ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ മായം കലരാത്ത നെയ്യ് കണ്ടെത്തുക എന്നത്. അതിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയെടുക്കുക എന്നത്. അതാവുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിശ്വസ്തയോടെ കഴിക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നന്നായി തിളപ്പിച്ച പാൽ ആറാൻ വെച്ചതിന് ശേഷം അതിൽ നിന്നും മുകളിൽ നല്ല കട്ടിയായി ഉണ്ടാകുന്ന പാടയെടുത്ത് നല്ല ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആദ്യ ദിവസം കുറച്ച് പുളിയുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം കിട്ടുന്ന വെണ്ണയ്ക്കും കുറച്ച് പുളിരസം ഉണ്ടാകുന്നതാണ്. ഈ പുളിരസം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും വളരെ ഇഷ്ടമായിരിക്കും. ഇങ്ങനെ ചെയ്തില്ല എങ്കിലും യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല കേട്ടോ. അതിനുശേഷം 10-15 ദിവസം ഇങ്ങനെ തന്നെ പാലിൻ്റെ പാട എടുത്തു വയ്ക്കുക. പാത്രം നിറഞ്ഞതിനു ശേഷം മിക്സിയിലിട്ട് നന്നായി ഈ പാട അടിച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം കേട്ടോ പാട അടിച്ചെടുക്കാൻ. ഇത് 3-4 മിനിറ്റ് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല കുഴമ്പ് പരുവത്തിൽ കിട്ടുന്നതാണ്. അതിനുശേഷം ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് മിക്സിയിൽ അടിച്ചു വച്ചിരിക്കുന്ന പാട എടുത്ത് ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വെണ്ണ നന്നായി പൊങ്ങി വരുന്നത്. അതിനുശേഷം മത്തോ ഒരു സ്പൂണോ എടുത്ത് നന്നായി കലക്കി കൊടുക്കുക. നമ്മൾ നന്നായി കടഞ്ഞെടുക്കുന്നതിനനുസരിച്ച് വെണ്ണ നന്നായി പൊങ്ങി ഉരുണ്ടു വരുന്നതായി കാണാം. നല്ല ബോൾ പരുവത്തിൽ വെണ്ണ ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ ബോൾ പരുവത്തിൽ ഉരുട്ടിയെടുത്ത വെണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, അല്പം പോലും വെള്ളം കാണാൻ പാടില്ല. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് വെള്ളം കാണാൻ പാടില്ല എന്ന് പറയുന്നത്. വെണ്ണയായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് അല്പം നൽകാം. ഇവിടെ പൊന്നൂന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ നെയ്യാക്കാനായിട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് നെയ്യ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഈ വെണ്ണ ഇട്ട് കൊടുക്കുക. വെള്ളമില്ലാതെ വേണം കേട്ടോ പാനിലേക്ക് ഈ വെണ്ണ ഇടാനായി. വെള്ളമുണ്ടെങ്കിൽ ഒരുപാട് പൊട്ടിത്തെറിച്ച് അവിടെ എല്ലാം വീഴും, നമ്മുടെ ശരീരത്തുമൊക്കെ വീഴും. അതുകൊണ്ടാണ് വെള്ളം ഉണ്ടാകരുത് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പാനിൽ കിടക്കുന്ന വെണ്ണ നന്നായി ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതിരിക്കാനായി പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അതിനായി തന്നെ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കുന്നത്. നന്നായി ഇളക്കി ആ പതയൊക്കെ ഒന്ന് പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫാക്കി വെക്കുക. ചൂടാറിക്കഴിഞ്ഞ് നല്ല വെള്ളമയമൊന്നുമില്ലാത്ത ഒരു ക്യാനിലേക്ക് നെയ്യ് അരിച്ച് ഒഴിക്കുക. നമ്മുടെ ശുദ്ധമായ നെയ്യ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണപ്രദവും ആരോഗ്യകരവുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ കൂട്ടുകാരെ.